അപ്പുവും കിച്ചുവും ആൽബിച്ചായനും ചിരി കടിച്ചമർത്തി നിൽക്കുകയാണ്. വിൽസൺ അവളെ ചിരിയോടെ നോക്കി. റിച്ചിയുടെ മുഖത്ത് അപ്പോഴും ഒരു ഭാവവും അവൾ കണ്ടില്ല. അവരോട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞ് റിച്ചിയും കിച്ചുവും ആൽബിയും അപ്പുവും അടുക്കളയിലേക്ക് പോയി. പൊന്നു റിച്ചിയെ പേടിച്ച് ആ വഴി പോയില്ല. അവൾ ആനയോട് വർത്തമാനം പറഞ്ഞ് ഹാളിൽ തന്നെ ഇരുന്നു. അലക്സ് ആരെയോ കാണണമെന്ന് പറഞ്ഞ് പോയിരുന്നു. വിൽസൺ അവരുടെ തോട്ടത്തിലേക്കും. മോളെ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയുമോ? ആനി പൊന്നുവിൻ്റെ കയ്യിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. എന്താ അമ്മ? ആനി അവളെ കണ്ണുനീരോടെ നോക്കി. എന്താ എന്താ അമ്മ? എന്തിനാ കരയുന്നേ? ഞാൻ അമ്മയെന്ന് വിളിക്കുന്ന ഇഷ്ടമല്ലേ? പൊന്നു സംശയത്തോട് ചോദിച്ചു. മോൾ എന്തായി പറയുന്നേ? അമ്മയ്ക്ക് അത് കേൾക്കാനാണ് ഇഷ്ടം. മോൾക്കറിയോ, എനിക്കും ഒരു മോളെ ദൈവം തന്നായിരുന്നു. കിച്ചുവിൻ്റെ ഇളയവളായിരുന്നു. പക്ഷെ 2 ദിവസം എൻ്റെ കുഞ്ഞ് ജീവിച്ചുള്ളൂ. അവരതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. എന്താ എന്താ പറ്റിയ അവൾക്ക്? പൊന്നു സംശയത്തോട് ചോദിച്ചു. അറിയില്ല, എന്തോ ശ്വാസതടസ്സം ഉണ്ടായി. അങ്ങനെ മരിച്ചതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മോൾ എന്താ എന്നെ ആദ്യം കണ്ടപ്പോഴേ അമ്മയെന്ന് വിളിച്ചത്? പണ്ട് നീയും അവരെ പോലെ എന്നെ ആനി ആൻറ്റി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആനി അവളെ നോക്കി പറഞ്ഞു. അത് ഞാൻ പെട്ടെന്ന്, എനിക്ക് പഴയതൊന്നും ഓർമ്മയില്ല. അന്ന് ആദ്യം കണ്ടപ്പോൾ എൻ്റെ സുധാമയുടെ പോലെ തോന്നി. അതാ. ആരാ സുധാമ? ആനി സംശയത്തോട് ചോദിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്, അവൾ മറുപടി പറഞ്ഞു. എന്നിട്ട് അവരെവിടെയാ? ആനി വീണ്ടും അവളോട് ചോദിച്ചു. അറിയില്ല. അല്ല, അമ്മ എന്താ ചോദിക്കാൻ വന്നത്? അവൾ വിഷയം മാറ്റാൻ എന്ന പോലെ ചോദിച്ചു. അത് മോൾക്ക് എൻ്റെ മോനോട് ദേഷ്യമാണോ? അവർ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾ എരിവ് വലിച്ചു. നല്ല വേദനയുണ്ടല്ലേ മോൾക്കിപ്പോഴും? ആനി അതുകണ്ട് വിഷമത്തോട് ചോദിച്ചു. എനിക്ക് ദേഷ്യമൊന്നുമില്ല അമ്മ. ഞാൻ തർക്കുത്തരം പറഞ്ഞിട്ടല്ലേ എന്നെ അടിച്ചത്. അവൾ ആനിയെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. മോൾ അങ്ങനെ പറയുള്ളൂ എന്ന് അമ്മയ്ക്കറിയാം. അവനൊരു പാവമാ. പെട്ടെന്ന് ദേഷ്യം വരുമെന്നേ ഉള്ളൂ. സ്നേഹിച്ച ജീവൻ കൊടുക്കും അവൻ. അവൻ ദേഷ്യപ്പെടുമ്പോൾ ആരും അവനെ എതിർക്കുന്നത് അവൻ ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കും അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ആനി അവളെ നോക്കി പറഞ്ഞു. അവളൊന്നും മോളിങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കരുത്. അവൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കണം കേട്ടോ. അവർ ചിരിയോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അമ്മേ? കാലം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ പിടിച്ച് കടിക്കുക. പൊന്നു അവൻ കടിച്ചു തോർത്തു. മോൾ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മ, വെറുതെ ഓരോന്ന് ആലോചിച്ചതാ. അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഡി പൊന്നൂസേ, വന്നേ, ഈ ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. അപ്പു അടുക്കള വാതിലിൽ നിന്നുകൊണ്ട് പറഞ്ഞു. മോള് ചെല്ല്. ആനി അവളെ നോക്കി മറുപടി പറഞ്ഞു. അവൾ ആനിയെ നോക്കി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ചെന്ന പൊന്നു കാണുന്നത് സ്ലാബിലിരുന്നു കൊണ്ട് എന്തോ കറി ഇളക്കുന്ന റിച്ചിയാണ്. അടുത്തായിട്ട് തന്നെ കിച്ചു ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വായിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാരറ്റ് കഴിച്ചുകൊണ്ട് ആൽബി അരിയുന്നത് നോക്കി നിൽക്കുകയാണ്. കയറി വാടി, ഇതാ ടേസ്റ്റ് നോക്ക്. അങ്ങോട്ടേക്ക് വന്ന പൊന്നുവിനെ നോക്കി കിച്ചു ഒരു പാത്രം നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ റിച്ചിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ അവളവിടെ വന്നതുപോലും അറിയാത്തതുപോലെ കറിയും ഇളക്കിയിരിക്കുകയാണ്. അവൾ കിച്ചുവിൻ്റെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി അതിൽ നിന്നും ഒരു കഷ്ണം വായിലേക്ക് വെച്ചു. എങ്ങനെയുണ്ട്? കിച്ചു അവളെ നോക്കി പുരികം പൊക്കി ചോദിച്ചു. കൊള്ളാം, അവൾ മറുപടി പറഞ്ഞു. എങ്ങനെ കൊള്ളാതെ ഇരിക്കും, എൻ്റെ ചേട്ടായിയുടെ അല്ലേ? അവൻ റിച്ചിയെ നോക്കി പറഞ്ഞതും റിച്ചി അവനെ നോക്കി ചിരിച്ചു. എടി, എരിയോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടോ? കിച്ചു വീണ്ടും അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ആ ബെസ്റ്റ്. നീ ആരോടായി ചോദിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ കിച്ചു? അവൾക്ക് എരി ഏതാ ഉപ്പേതാ എന്നുപോലും അറിയുന്ന സംശയ. അപ്പു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അപ്പുവിനെ കൂർപ്പിച്ച് നോക്കി. അവനൊന്ന് ഇളിച്ചു കാണിച്ചു. ഇവൾക്ക് പഠിക്കാൻ മാത്രമേ ബുദ്ധിയുള്ളൂന്നാ എനിക്ക് തോന്നുന്നേ. അപ്പു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനവളെ കിറുവോടെ നോക്കി. അങ്ങനെ നോക്കിയതും അവനവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. റിച്ചിയും കിച്ചുവും നോക്കിക്കാണുകയായിരുന്നു അവരുടെ സ്നേഹം. എങ്കിൽ ഞങ്ങൾ പോകട്ടെ ചേട്ടായി, ആൽബി കഴിഞ്ഞതും കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു. ഇന്നുച്ചയ്ക്ക് ഇവിടുന്ന് കഴിക്കാൻ ആൽബിച്ചായ? കിച്ചു ആൽബിയെ നോക്കി പറഞ്ഞു. വേണ്ടടാ, അവിടെയും ചിക്കനുണ്ട്. ആൽബി അവനെ നോക്കി മറുപടി പറഞ്ഞു. അവിടെ ഫേമസ് ഷെഫ് റോബിൻ്റെ ഫ്രൈഡ് റൈസ് കിട്ടില്ലല്ലോ. കിച്ചു പറഞ്ഞുകൊണ്ട് റിച്ചിയുടെ മുഖത്തേക്ക് നോക്കി. നീ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ട്. ഫേമസ് ആയിട്ട് പോരേടാ ഈ പൊക്കല്. അതോ നീ എന്നെ കളിയാക്കുകയാണോ? റിച്ചി അവനെ നോക്കി ചോദിച്ചു.
ചേട്ടായിയുടെ ഫുഡൊക്കെ ചെന്നൈയിൽ അങ്ങ് ഫേമസ് അല്ലായിരുന്നോ? കിച്ചു പറഞ്ഞു. ഓവ് ഓവ്, റിച്ചി പറഞ്ഞുകൊണ്ട് തലയാട്ടി. ഇന്ന് ഇവിടുന്ന് കഴിക്കാടാ, റിച്ചിയും ആൽബിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആ, ചേട്ടായി പറയുമ്പോൾ പിന്നെ ശരി, ഞങ്ങൾ വരാം, ആൽബി പറഞ്ഞു. പൊന്നു, നീ വരില്ലേ? കിച്ചു അവളെ നോക്കി ചോദിച്ചു. ഞാൻ ഞാൻ അവൾ റിച്ചിയെ നോക്കി. അവൻ അവളെ മൈൻഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. അവളെ ഞങ്ങൾ കൊണ്ടുവന്നോളാം, പോട്ടെ, അപ്പു പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി ഇറങ്ങി. ഞാൻ വരുന്നില്ലടാ. അവൾ ഇറങ്ങുന്ന വഴിക്ക് തന്നെ അപ്പുവിനെ നോക്കി മറുപടി പറഞ്ഞു. നീ വരും. പുറകിൽ നിന്നും ശബ്ദം കേട്ടതും പോകാനിറങ്ങിയ അപ്പുവും ആൽബിയും പൊന്നുവും തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് റിച്ചി പുറകിൽ നിൽക്കുന്നത് കൊച്ചു കാണുന്നത്. നീ വരും, ഇല്ലെങ്കിൽ ഞാൻ തൂക്കിയെടുത്തോണ്ട് വരും, നിനക്കറിയാലോ എന്നെ, റിച്ചി അവളുടെ മുഖത്ത് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. റിച്ചിയെ കണ്ടതും അവൾ വിറയ്ക്കാൻ തുടങ്ങി. അവൾ അറിയാതെ തന്നെ വരാമെന്ന് തലയാട്ടി. അത് കണ്ടതും ആൽബിയും അപ്പുവും അവനെ ദയനീയമായി നോക്കി. റിച്ചി അവരെ നോക്കി കണ്ണടച്ച് ഒന്നുമില്ല എന്ന് ചിരിച്ചു കാണിച്ചു. അവർ അവനെ നോക്കി ചിരിച്ചു. പിന്നെ അവളെയും കൊണ്ടുപോയി. എന്തിനു ചേട്ടായി അവളെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? കിച്ചു അവനോട് ചോദിച്ചു. ഒരു രസം, അവൾ എൻ്റെ കൊച്ചല്ലേടാ, റിച്ചി കിച്ചുവിനെ നോക്കി മറുപടി പറഞ്ഞു. ഇങ്ങനെ പോയാൽ അവൾ വേറെ വല്ലവരെയും കെട്ടിപ്പോകുമെന്നാ എനിക്ക് തോന്നുന്നേ. ചേട്ടായെ കാണുമ്പോൾ തന്നെ അവൾ വിറയ്ക്കുക, കിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഈ റിച്ചി ജീവനോടിരിക്കുമ്പോൾ നടക്കാൻ പോകുന്നില്ല, റിച്ചി ദേഷ്യത്തോടെ പറഞ്ഞു. ഓ, അതിനെ ഇനി കലിപ്പിക്കണ്ട, ഞാനൊരു തമാശ പറഞ്ഞതാ, കിച്ചുവും പറഞ്ഞു. അവളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമാശയ്ക്ക് പോലും പറയുന്നത് എനിക്കിഷ്ടമല്ല. അവളുടെ കഴുത്തിൽ ആരെങ്കിലും മിന്നു കിട്ടുന്നെങ്കിൽ അത് ഈ റിച്ചി മാത്രമായിരിക്കും, റിച്ചി ഉറപ്പോടെ പറഞ്ഞത് കേട്ടതും കിച്ചു ചിരിച്ചു. നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അവൻ ചിരിക്കുന്നത് കണ്ടതും റിച്ചി സംശയത്തോടെ അവനോട് ചോദിച്ചു. അല്ല, എന്തൊക്കെയായിരുന്നു? എനിക്ക് കല്യാണം വേണ്ട, പെണ്ണ് വേണ്ട, ജോലി മാത്രം മതി, പെണ്ണില്ലെങ്കിൽ എന്താ ജീവിക്കാൻ പറ്റില്ലേ? എന്നിട്ട് ഇത്തിരി പോന്ന ഒരു കൊച്ചിനെ കണ്ടപ്പോൾ കണ്ടില്ലേ? കിച്ചു അവനെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞിട്ട് കയറിപ്പോയി. ഉച്ചയായപ്പോൾ അന്ന തിരികെ പോകുവാണെന്നും പറഞ്ഞിറങ്ങി. ഇന്നും കൂടെ നിന്നിട്ട് പോകാൻ എല്ലാവരും പറഞ്ഞെങ്കിലും പൊന്നുവിൻ്റെ പപ്പ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് അന്ന സമ്മതിച്ചില്ല. മോളെ, നീ തൽക്കാലം അളിയനോട് മോള് പഠിക്കുന്ന ഒന്നും പറയണ്ട, എല്ലാം കഴിഞ്ഞിട്ട് അളിയൻ അറിഞ്ഞാൽ മതി, അപ്പോൾ എതിർത്താലും സാരമില്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, അലക്സി അവരോട് പറഞ്ഞു. ശരി ചായ, അന്ന മറുപടി പറഞ്ഞു. അവർ പൊന്നുവിനെ നോക്കി യാത്ര പറഞ്ഞു. അവൾ ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അയ്യേ, എൻ്റെ പൊന്നുമോള് കരയുവാ. മോള് പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം, എൻ്റെ മോൾക്ക് സ്വന്തം കാലിൽ നിൽക്കണ്ടേ? അന്ന അവളെ നോക്കി ചോദിച്ചു. അവൾ നിൽക്കണമെന്ന് തലയാട്ടി. അന്ന അവളുടെ നെറ്റിയിലൊന്ന് മുത്തി യാത്ര പറഞ്ഞിട്ടിറങ്ങി. അന്ന പോയി കുറേ കഴിഞ്ഞിട്ടും അവൾ കയറി വരാഞ്ഞപ്പോൾ അപ്പോൾ അവളുടെ അടുത്ത് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അന്ന പോയതിനു ശേഷം അവൾ റൂമിൽ പോയി കുറച്ചു നേരം കിടന്നു. ഉച്ചയ്ക്ക് റിച്ചിയുടെ വീട്ടിൽ പോകണമെന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത പേടി തോന്നി. എന്തൊക്കെയോ ആലോചിച്ച് കിടന്നതിന് ശേഷം അവൾ ചെറുതായി മയങ്ങി. പൊന്നു, പൊന്നു, എടി എഴുന്നേക്ക്, ഫുഡ് കഴിക്കണ്ടേ? ആൽബി അവളെ തട്ടി വിളിച്ചു. ആ ആൽബിച്ച, ഒരു 10 മിനിറ്റ് സിബി ആൻറ്റിയോട് എടുത്തു വെക്കാൻ പറയും, അവൾ ഉറക്കച്ചെവിടോടെ പറഞ്ഞു. ആൽബി അവൾ പറയുന്നത് കേട്ട് ചിരിച്ചു. അവൾ നല്ല ഉറക്കത്തിലാണെന്ന് അവന് മനസ്സിലായി. നമ്മൾ ചേട്ടായുടെ വീട്ടിലല്ലേ ഫുഡ് കഴിക്കാൻ പോകുന്നേ, മറന്നോ നീ? ആൽബി അത് ചോദിച്ചതും കൊച്ചു ഞെട്ടി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ആൽബി അവളുടെ വെപ്രാളം കണ്ട് ചിരിച്ചു. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ, അവൾ പറഞ്ഞു. ആ ബെസ്റ്റ്, ചേട്ടായി ഇറങ്ങിയപ്പോൾ പറഞ്ഞത് നീ മറന്നുപോയോ? അവൻ ചോദിച്ചതും അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി. ഞങ്ങളൊക്കെ ഇല്ലേടി, നീ എന്തിനാ പേടിക്കുന്നത്? അന്ന് ചേട്ടായി ദേഷ്യം വന്നപ്പോൾ തല്ലിയതല്ലേ, നീ ചേട്ടായിയെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാൽ മതി, ആൽബി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആൽബി പറഞ്ഞത് കേട്ടതും അവൾ തലയാട്ടി. നീ മുഖം കഴുകിയിട്ട് വാ, നമുക്ക് പോയിട്ട് വരാം, ആൽബി അവളെ കൂട്ടി ഇറങ്ങി. ഹാളിൽ വന്നപ്പോൾ തന്നെ അപ്പു അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. എല്ലാവരോടും പറഞ്ഞിട്ട് ചാർലിയെ അമ്മച്ചിയെ ഏൽപ്പിച്ച് അവർ റിച്ചിയുടെ വീട്ടിലേക്ക് പോയി. വാ മക്കളെ, ആനി അവളെ വിളിച്ചു. എന്തിയെ ചേട്ടായും കിച്ചുവും? ആൽബി സംശയത്തോട് ചോദിച്ചു. അവരിന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. കുറച്ചു മുൻപ് ആ ജോലിയൊക്കെ കഴിഞ്ഞത്. ആനി പറഞ്ഞു. നിങ്ങൾ വന്നോ? അങ്ങോട്ടേക്ക് കയറി വന്ന റിച്ചി അവരെ നോക്കി ചോദിച്ചു. റിച്ചിയുടെ ശബ്ദം കേട്ട പൊന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി മുണ്ടും ഷർട്ടും ഇട്ട് ഇറങ്ങി വരികയാണ് റിച്ചി. താടി ഒന്നുകൂടി ഡ്രിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുളിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ മുൻപിലത്തെ മുടി നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട്. ഇടയ്ക്ക് അവനത് ഒതുക്കി വെക്കുന്നുണ്ട്. റിച്ചിയും കിച്ചുവും വന്നപ്പോൾ തന്നെ എല്ലാവരും കഴിക്കാനിരുന്നു. ആൽബിയുടെ ഇടത് സൈഡിലായിട്ട് അപ്പുവും അപ്പുവിനടുത്ത് കിച്ചുവും ഇരുന്നു. ആൽബിയുടെ വലത് സൈഡിലാണ് പൊന്നു. എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് വിൽസനും ആനിയും പിന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. ആനിയുടെ ഒപ്പം താൻ കഴിച്ചോളാമെന്ന് പൊന്നു പറഞ്ഞെങ്കിലും ആനിയും വിൽസനും അത് സമ്മതിച്ചില്ല.
എല്ലാം എടുത്തുകൊണ്ടുവന്ന് റിച്ചി പൊന്നുവിൻ്റെ അടുത്തായിട്ടുള്ള കസേരയിലേക്ക് വന്നിരുന്നു. റിച്ചി അടുത്ത് വന്നിരുന്നതും പൊന്നു ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. പൊന്നു അവനെ നോക്കിയിട്ടും അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചോറ് വിളമ്പാൻ തുടങ്ങിയത് കണ്ടതും അവൾക്ക് കുറച്ച് ആശ്വാസമായി. പൊന്നുവിന് ആനി വിളമ്പി കൊടുത്തു. പൊന്നു, ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ നീ വെച്ചുണ്ടാക്കി പഠിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കെട്ടുന്നവൻ പട്ടിണി കിടക്കേണ്ടി വരും. അപ്പു അവളെ നോക്കി പറഞ്ഞതും അവരെല്ലാവരും ചിരിച്ചു. പൊന്നു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നീ എന്നെ നോക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. അല്ലെങ്കിൽ നമ്മുടെ ചേട്ടായിയുടെ പോലെ ആരെങ്കിലും ആയിരിക്കണം, അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല അല്ലേ ആൽബിച്ച? അവൻ ആൽബിയെ നോക്കി പറഞ്ഞതും ആൽബി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഒരു കാര്യം ചെയ്, ചേട്ടായി ഇവളെ അങ്ങ് കെട്ടിക്കോ, അപ്പോൾ പ്രോബ്ലം സോൾവ് ആയില്ലേ. എന്താ? കിച്ചു എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. ഇത് കേട്ടതും പൊന്നു അന്തം വിട്ടിരുന്നു. എന്തോ നടി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നേ, എടുത്ത് കഴിക്കടി. റിച്ചി അവളുടെ അടുത്തേക്ക് നീങ്ങി അവൾ മാത്രം കേൾക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ്റെ ശ്വാസം അവളുടെ ചെവിയിൽ തട്ടിയതും അവളുടെ ഹൃദയം പടപടാന്നിടിക്കാൻ തുടങ്ങി. ഉവ്, എങ്കിൽ പിന്നെ രണ്ടും കൂടി ടോം ആൻഡ് ജെറി കളിക്കാനേ സമയം കാണുള്ളൂ. അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെൻ്റെ ചേട്ടായിയെ അറിയാത്തോണ്ടാ അല്ലേ പൊന്നു? കിച്ചു പൊന്നുവിനെ നോക്കി പറഞ്ഞതും പൊന്നു റിച്ചിയെ നോക്കി. മതി മതി, നീ ഇരുന്ന് കഴിച്ചേ കിച്ചു. മോളെന്താ ഇതുവരെ കഴിച്ചു തുടങ്ങാത്തത്? മോക്ക് കറികളൊന്നും ഇഷ്ടമായില്ലേ? ആനി കിച്ചുവിനെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലമ്മേ, ഞാൻ കഴിച്ചോളാം, അവൾ ആനിയോട് പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. കുറച്ച് കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും അവൾ എരിവ് വലിക്കാൻ തുടങ്ങി. എന്താടി, എന്തു പറ്റി? ഞങ്ങൾക്കൊന്നും വലിയ എരിയില്ലല്ലോ, കിച്ചു സംശയത്തോടെ ചോദിച്ചു. എന്താ മോളെ, എന്തു പറ്റി? ആനി ആവലാതിയോടെ വെള്ളം കൊടുത്തുകൊണ്ട് അവളോട് ചോദിച്ചു. റിച്ചി അവളെ തന്നെ നോക്കുകയായിരുന്നു. കണ്ണിൽ കൂടിയൊക്കെ വെള്ളം വരുന്നുണ്ട്, മൂക്കും കവളൊക്കെ ചുവന്ന് തുടുത്തിരിക്കുന്നു. അത് എരി, ചുണ്ട് നീറുന്നു, അവൾ എങ്ങനെയോ പറഞ്ഞു. എന്താ ചുണ്ടിന് എന്തു പറ്റിയതാ മോളെ? ചുണ്ട് മുറിഞ്ഞിട്ടുണ്ടോ? വിൽസൺ അവളെ നോക്കി ചോദിച്ചതും അവൾ റിച്ചിയെ നോക്കി. അവനും കാര്യം മനസ്സിലാകാതെ അവളെ നോക്കി. അത് അന്ന് അടിച്ചപ്പോൾ ചുണ്ട് അകത്ത് പൊട്ടി, അവൾ ആരെയും നോക്കാതെ പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് കേട്ട എല്ലാവരും റിച്ചിയെ നോക്കി. റിച്ചി അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ ശരിക്കും കുഞ്ഞുകുട്ടികൾ പരാതി പറയുന്നത് പോലെ ചുണ്ടുകൾ കൂർപ്പിച്ചു വെച്ച് പറയുകയാണ് അവൾ. അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി, ഒപ്പം താൻ കാരണമാണല്ലോ എന്ന വിഷമവും. അതാണല്ലേ നീ രാവിലെ ചിക്കൻ കറി വേണ്ടെന്ന് പറഞ്ഞ് അപ്പത്തിൻ്റെ കൂടെ പഞ്ചസാര കൂട്ടി കഴിച്ചത്? അപ്പു സംശയത്തോട് ചോദിച്ചു. അവൾ അതിന് അവനെ നോക്കി തലയാട്ടി. എങ്കിൽ മോള് ചിക്കൻ കറി കഴിക്കണ്ട, ചോറ് വാരി കഴിക്കേ, അമ്മ വാരി തരട്ടെ? ആനി അവളെ നോക്കി ചോദിച്ചു. വേണ്ടമ്മ, ഞാൻ കഴിച്ചോളാം, അവൾ പറഞ്ഞുകൊണ്ട് ചോറ് മാത്രം കഴിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും വിഷമമായി. ഇതിന് പുറമെ റിച്ചിയുടെ വക ഫ്രൂട്ട് സലാഡും ഉണ്ടായിരുന്നു. ആനി എല്ലാവർക്കും ഒരു ബൗളിൽ ഫ്രൂട്ട് സലാഡ് വിളമ്പിക്കൊണ്ട് കൊടുത്തു. ആൽബിയും കിച്ചുവും റിച്ചിയും അപ്പവും അതുമായി സിറ്റ് ഔട്ടിൽ പോയി സംസാരിക്കാൻ തുടങ്ങി. റിച്ചിയെ പേടിച്ച് പൊന്നു ആനിയുടെ കൂടെ അടുക്കളയിൽ തന്നെ ഇരുന്നു.